വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് കറങ്ങാൻ പോവാണ്. ഒത്തിരി നാളായി ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ചു സൺഡേ ആണ്, അപ്പോൾ എല്ലാവരും ഉണ്ട്, ഔട്ടിങ്ങിന് പോവാന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയാണ്. എവിടെയാണെന്നൊക്കെ കാറി കയറിയിട്ട് കാണിക്കാം. ഓക്കെ, ഹലോ ഗൈസ്. ഞങ്ങളപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് എവിടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ? ഗൈസ്, ഞങ്ങള് പൂത്താങ്കട്ടാണ് പോണത്. അവിടെ ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നുവിട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ കേട്ടു. എന്നാ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് എത്താറായി. വടാട്ടുപാറ, ഇടമലയാർ. ഗൈസ്, നമ്മൾ അങ്ങനെ എത്തി. ഓ മൈ ഗോഡ് ഗൈസ്, സോ സ്കേറി. ഇത് പുതിയ പാലം. പഴയ പാലം അപ്പുറത്ത് റൈറ്റ് സൈഡിലാ. പൂത്താങ്കെട്ട് ന്യൂ ബ്രിഡ്ജ്. എവിടെ റൈറ്റ് സൈഡിലാ? അതിനടി അതില് കയറ്റണല്ലേ? അത് അടച്ചിട്ട് എത്ര നാളായി? അത് നമ്മളവിടെയല്ലേ കയറാറായിരുന്നു. അയ്യോ, അതിന് മാത്രം അവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അമ്മ എടി ഗൈസ്, എല്ലാ ഷട്ടറും തുറന്നു കിടക്കാണ്. 15 ഷട്ടർ ഉണ്ട് മൊത്തത്തില്. 15 ഓപ്പൺ ആണ്. ഗൈസ്, ഞങ്ങൾ വന്നപ്പോഴത്തേനും മഴ പെയ്തു. വന്നപ്പോഴേക്കില്ല എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങളൊരു കുറച്ചു നേരം കൂടി നിൽക്കാൻ ഓർത്ത് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കും മഴ പെയ്തു. കാണാനൊന്നുമില്ല ഗൈസ്. നമ്മുടെ കൂടെ വന്ന് 2 പേർ അപ്പുറത്തെ സൈഡിലോട്ട് ക്രോസ് ചെയ്ത് പോയി. ഗൈസ്, നമുക്ക് 2 കുടയുള്ളൂ. ഗൈസ്, അവർ ബജിക്കട ലക്ഷ്യമാക്കി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിള്ള ഇപ്പോ ഇവിടെ പോയേനെ. ഏത് ഒരു കാറുകാരുടെ കൂടെ വീട്ടിലോട്ട് പോയേനെ. അമ്മയൊക്കെ കപ്പലണ്ടി മേടിക്കാൻ പോയി. നല്ല ലൈറ്റ് അല്ലേ, നാച്ചുറൽ ലൈറ്റിൽ മുഖം. ഗൈസ്, ആരും മേടിക്കണ്ട. ഞങ്ങൾ ഏതെങ്കിലും സ്കൂട്ടറിന്റെ ബാക്കിലിരുന്നു പോകുന്നുണ്ടാവും, കണ്ടില്ലെങ്കിൽ. പെട്ടിക്കട വൈബ്സ്. ഗൈസ്, കപ്പലിന് മേടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ചേട്ടൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ലായിരുന്നു. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ മണീസും ഇല്ലായിരുന്നു. ചമ്മി പോയി. എപ്പോഴാ കപ്പലണ്ടി കച്ചവടം തുടങ്ങിയേ? ഞാൻ ഡാമെല്ലാം കണ്ട് വെള്ളമൊക്കെ തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇടിച്ച് പൊളിച്ച് മഴ പെയ്തു. ഗൈസ്, ഞങ്ങൾ ഓൾറെഡി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. പിന്നെ ഒരു കപ്പലണ്ടിയൊക്കെ മേടിച്ചിട്ട് പയ്യെ ഒന്ന് വണ്ടി കയറാമെന്ന് ഓർത്തപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. പിന്നെ കുറച്ച് നേരം മഴയുടെ വൈബൊക്കെ പിടിച്ച് ബജ്ജിയൊക്കെ മേടിച്ച് വൈബ് കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വമ്പൻ ട്വിസ്റ്റുകളോടുകൂടി നമ്മുടെ സ്വന്തം വടാട്ടുപാറ വ്ളോഗ്സ് പാർട്ട് 3. ഗൈസ്, ഞങ്ങള് വീണ്ടും വടാട്ടുപാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാർട്ട് 1 ഉം 2 കാണാത്തവര് ദയവായി പോയി അത് കാണേണ്ടതാണ്. വടാട്ടുപാറ വ്ളോഗ്സ് എന്ന് പറയുമ്പോൾ വർഷത്തിലൊരു 4 ആണെങ്കിൽ ഞങ്ങൾ ഇടുന്ന ഒരു വ്ളോഗാണ്. അത് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തും. ഇതില് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നിരിക്കും, ഉറപ്പാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ടാണ്. പക്ഷെ ഇത്
പോകുന്ന പോലെ വ്ലോഗ് എടുക്കാൻ പറ്റില്ല. അമ്മ ഫുള്ള് പറയാ. നമ്മള് മഴ ഇല്ലാത്തപ്പോഴാണ് 2 പ്രാവശ്യം വന്നത്. വെള്ളപ്പോ എങ്ങനെ ഇരിക്കും നോക്കാം. ഡിഫറൻസ് അറിയാലോ. ഗൈസ് നല്ല വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. കുറെ പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഈ മഴ പെയ്യുന്നില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നേനെ. നോക്കി മേലെ നോക്കി. നമുക്കൊന്ന് വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാട്ടോ. ഒത്തിരി ക്രൗഡഡും അല്ല. അവിടെ ഒരാള് നമ്മൾ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ട് ആകെ ഒരു പ്രാവശ്യമായിട്ട് നമ്മള് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ്. ഈ വഴി അങ്ങനെ പോയ ഇവിടെ കയറാതെ പോല് ഇമ്പോസിബിൾ. പ്രത്യേകിച്ച് പ്രവീൺചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ. നോക്കി കോടം നോക്കി. കുറെ റൈഡേഴ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളം നോക്കി. ഞങ്ങൾ ഒരിക്കലും വന്നപ്പോ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും വെള്ളം. നല്ല മഴ. ഗായ്സ് അങ്ങനെ നമ്മള് വീണ്ടും വടാട്ടുപാറ എത്തി. മഴ കൂടിയുണ്ട്. ഓ ഗോഡ്, ബാഗിൽ ബോയ്സ്. അങ്ങനെ ഓർമ്മ പോയതാ ഞാൻ. നല്ല അടിച്ച് കലക്കി തോന്നി. ഞങ്ങളിവിടെ എത്തി. ഗായ്സ് ഞങ്ങള് വെള്ളത്തിന് നടുക്ക് ഇറങ്ങിക്കുവാ. നല്ല തണുത്ത കിടിലം വെള്ളം. കാണിച്ചുതരാം. ഗായ്സ് ഏതായാലും നമ്മള് പാർട്ട് 3-ലാണ് നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയത് കേട്ടോ. ഇത്രയും വെള്ളമുള്ള സമയത്ത് നമ്മളിപ്പോഴാണ് വന്നത്. ഒരു 10 മണി ആയുള്ളൂ. മാറി നിൽക്കേ. ഒരു കഴുത അവിടെ ഡ്രിഫ്റ്റ് ചെയ്യണ്ട്. അങ്ങനെ ദേ നമ്മളവിടുന്ന് ഇറങ്ങി. ബാക്കിലൊരു വണ്ടി. അങ്ങനെ അപ്പൊ നമ്മുടെ 3ാമത്തെ പാർട്ടും അങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ബാക്കിലിരിക്കുന്ന വണ്ടിയെ ഞാൻ കയറ്റിട്ടു. അവരവിടെ ഡ്രിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞങ്ങള് വടാട്ടുപാറയൊക്കെ കഴിഞ്ഞ് കണ്ടില്ല. ഞങ്ങളെ ഇതെന്റെ തിരിച്ചു പോവാട്ടോ. മൂത്താങ്കെട്ടിന്ന് തിരിച്ചു പോവാ. ഇപ്പൊ തിരിച്ചു പോകുമ്പോള് ഞങ്ങളുടെ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടാണ് പോണത്. ഓക്കെ ഗൈസ്, തൽക്കാലം ഇവിടുന്ന് പൂത്താങ്കിട്ടുന്ന് നമ്മള് തിരിച്ചു പോവാട്ടോ. ഓക്കെ ബൈ. അപ്പൊ ഇത് കഴിക്കട്ടെ. അടുത്ത സ്ഥലത്ത് അതിനൊന്നും കഴിക്കട്ടെ. ഗൈസ് ഞങ്ങളിപ്പോ തട്ടേക്കാട് റൂട്ടിൽ വന്നേക്കാണ്. തട്ടേക്കാട് ഗായ്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളെന്താ വേറെ ഡ്രസ്സ് കെട്ടിരിക്കണേ. ആക്ച്വലി ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ എപ്പോഴാണ് നമ്മളെത്തിയത്? ഒരു 7:15 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. വീട്ടിലെത്തി ഞങ്ങൾ കുളിച്ച് റെഡി ആയിട്ട് നമ്മളെവിടെ പോകണം? ഞങ്ങൾ സിനിമ കാണാൻ പോകണം. ഞങ്ങൾ ഒബ്രോൺ മാളിലാണ് പോണത്. കൽക്കി കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനും ഏട്ടനും നല്ല വൃത്തിയായിട്ട് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ബാക്കി എല്ലാവരും അതേ കോലത്തിലാണ് അല്ലേട്ടാ? അവരൊക്കെ വന്നിട്ടേ കുളിക്കണുള്ളൂ. പ്രവീൺചേട്ടൻ കുളിച്ചു. പക്ഷെ അമ്മയും പിള്ളേയും അങ്ങനെ തന്നെ ഇരിക്കും.
ഞങ്ങള് കുളിച്ചിട്ടിരിക്കാനാണ് ഗൈസ്. ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് മാന്യായിട്ടിരിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്കിനി ഒബ്രോണിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇതിനകത്ത് കയറുമ്പോ ഒരു കളർഫുൾനെസ് ആട്ടോ. കുഞ്ഞിച്ചോക്കട്ടെ ഇതെന്താ ഇങ്ങനത്തെ നിങ്ങളൊക്കെ വെച്ചിരുന്നേ അമ്മയുടെ എന്ത് എടി നമ്മളെ കിട്ടുന്നില്ല, നമുക്കിത് വെച്ചിരുന്നത് മനസ്സിലാവാത്ത. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോയുടെ കൺക്ലൂഷൻ നമ്മൾ എടുക്കാൻ മറന്നുപോയായിരുന്നു. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കൺക്ലൂഷൻ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മൂവിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നമ്മുടെ ട്രിപ്പ്, ഒരു ചെറിയ സ്മോൾ ട്രിപ്പും കൂടെയും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ഒരു 3rd പാർട്ട് ഓഫ് വടാട്ടുപാറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. If you guys like this video, do like, share and subscribe. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.